OMR എക്സാം എങ്ങനെ വേഗത്തിൽ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും എക്സാമിന് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ടൈം കഴിയാറായുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ടൈം തികഞ്ഞില്ല, അവസാനം നമ്മൾ പറയും നമുക്ക് എക്സാം എഴുതാൻ ടൈം തികഞ്ഞില്ല എന്നൊരു പ്രശ്നം വരും. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അവസാനം വരെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഉപകരിക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. OMR നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ വീക്കിലി എങ്കിലും നമ്മൾ OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യണം. പിന്നെ പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പേനയെ കുറിച്ചാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പേന തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ലെക്സി പെന്നും അതേപോലെ തന്നെ ടോട്ടം പിന്നോ എന്ന് പറയുന്ന പെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലെക്സി പേനയാണ് ഞാൻ എപ്പോഴും OMR എക്സാം എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എഴുതിയിട്ടുള്ളൊരു പരിചയം അതെനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെക്സി പെന്ന് വെച്ച് എനിക്ക് നന്നായി എഴുതാൻ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ ഈ ടോട്ടം പിന്നോ എന്ന് പറയുന്ന പെൻ വളരെ വീതി കുറഞ്ഞ നിബോട് കൂടിയിട്ടുള്ള പേനാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ നടരാജ് പോലുള്ള 3 രൂപയുടെ പേനയെ കൊണ്ടൊക്കെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ആവുന്ന ഒന്നാണ്. കാരണം ഇതിന്റെ നിബിന് വളരെ വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം എടുക്കും ബബിള് ഫില്ലാവാനായിട്ട്. അപ്പം നമ്മൾ അത്യാവശ്യം വീതി കൂടിയ നിബോട് കൂടിയിട്ടുള്ള പേനകൾ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന 3 പേനയാണ്. ഒന്ന് ഷ്നെയ്ഡർ മെമോ XB എന്ന് പറഞ്ഞിട്ടുള്ള പേന, പിന്നെ ഒന്ന് ഓറിറ്റോ ഫാൻഡാഫ്ലോ, പിന്നെ ഒന്ന് പെൻറ്റോണിക്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ച് OMR ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടണേ. അതായത് ഇതിന് നിബ് വളരെ വീതിയുള്ളതാണെന്ന് കണ്ടു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ലെക്സി പെൻ വെച്ച് ചെയ്തിട്ട് തന്നെ ടൈം തികയാത്ത പ്രശ്നം വരുന്നില്ല. എന്നാലും ഇതിൽ സിമ്പിൾ ആണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്താൽ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഈ 3 പേനയും കൂടി വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ഇടണേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ളത് ആദ്യം തന്നെ ചെയ്യാം. അതായത് ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും വായിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വായിക്കാനുള്ള ടൈം പോകും. അപ്പം നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുക. അതേപോലെ അത് തന്നെ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. പിന്നെ മാത്സ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യരുത്. കാരണം നമ്മൾ മാത്സ് ഒരെണ്ണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് ചെയ്ത് നമ്മുടെ ടൈം പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാത്സ് ആദ്യം ചെയ്യാതിരിക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇംഗ്ലീഷ്, മലയാളം ഒക്കെ വളരെ ആദ്യം തന്നെ ചെയ്യണം, നല്ലതായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തിട്ട് ബാക്കി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ടൈം കുറച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പേജിലൊക്കെ ഉള്ള തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ മിസ്സുമാരൊക്കെ പറയാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനൊന്നും മാർക്ക് ചെയ്യരുതെന്ന്. എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ടൊക്കെ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതായത് അപ്പോൾ നമുക്ക് ഈ OMRലേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മാറിപ്പോവില്ല. ചിലപ്പോൾ നമ്മൾ ഒന്ന് നോക്കി അടുത്തത് ചെയ്തു വന്ന് അടുത്തത് നോക്കി അങ്ങനെ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ ഒരു 3-4 എണ്ണം ഒരുമിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ പറ്റും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്